ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായി അടുത്തിടെ ചുമതലയേറ്റത് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. കേരള സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേൽക്കുന്നത് ഡോക്ടർ രത്തൻ യു കേൽക്കർ. ഇന്ത്യയുടെ 26ാമത് റിസർവ് ബാങ്ക് ഗവർണറായി നിയമിതനായത് സഞ്ജയ് മൽഹോത്ര. ഇന്ത്യയുടെ പുതിയ CAG കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലായി നിയമിതനായത് കെ സഞ്ജയ് മൂർത്തി. ഇന്ത്യയുടെ 51ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജയ് ഖന്ന. സുപ്രീം കോടതിയുടെ പുതിയ സെക്രട്ടറി ജനറൽ ഭരത് പരാശർ. 7ാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ അധ്യക്ഷനായി ചുമതലയേറ്റത് ശ്രീ KN ഹരിലാൽ. കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പ് ഡയറക്ടറായി അടുത്തിടെ നിയമിതയായത് ശ്രീമതി ദിവ്യ S. അയ്യർ. തിരുവനന്തപുരം ഡിജിറ്റൽ സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ സിസി തോമസ്. ICC അഥവാ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ അധ്യക്ഷനായി ചുമതലയേറ്റത് ഇന്ത്യൻ വംശജനായ ശ്രീ ജയ്ഷ. ഈ പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ഇദ്ദേഹം. മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രി ശ്രീ ദേവേന്ദ്ര ഫട്നവിസ്. ജാർഖണ്ഡിൻ്റെ 14ാമത് മുഖ്യമന്ത്രി ശ്രീ ഹേമന്ത് സോറൻ. ഗൂഗിൾ ഇന്ത്യയുടെ പുതിയ മാനേജർ ആൻഡ് വൈസ് പ്രസിഡന്റ് ശ്രീമതി പ്രീതി ലോബാന. ഇന്ത്യയുടെ പുതിയ പ്രതിരോധ സെക്രട്ടറി ശ്രീ രാജേഷ് കുമാർ സിംഗ്. കൂടുതൽ കറണ്ട് അഫയേഴ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.